ഗൈസ്, നേവ്സ് ലിറ്റിൽ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓൾ അബൌട്ട് ഗ്ലൂട്ടാതയോൺ ആണ്. മിത്സ് ആൻഡ് ട്രൂത്ത് എന്ന് പറയും ഇതിനെക്കുറിച്ച്. ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, യൂസസ് എന്തൊക്കെയാണ്, റൂട്ട് ഏതൊക്കെയാണ്, ഏതൊക്കെ ഫുഡിൽ ഗ്ലൂട്ടാതയോൺ ഉണ്ടെന്ന്, അതുപോലെ തന്നെ വാട്ട് ഈസ് ഗ്ലൂട്ടാതയോൺ, നമുക്ക് എന്തൊക്കെ അറിയാം. നമ്മൾ ഇത്രയും കാലം പറഞ്ഞത് സ്കിൻ വൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ് മാത്രമാണോ ഗ്ലൂട്ടാതയോൺ, അല്ലെങ്കിൽ ലിവർ ഡിസീസിന് മാത്രം യൂസ് ചെയ്തൊരു സാധനമാണെന്ന്. പക്ഷേ there is lot of other effects too. So this is all about the glutathione, the myths and the truth. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ എഡ്യൂക്കേഷണൽ വീഡിയോ ആണ് കൂടുതലും. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ഇടുക. അതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ആ ക്വസ്റ്റ്യൻസ് അറിയിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഒരു വീഡിയോ ടോപ്പിക്കായിട്ട് വരാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ വീഡിയോ. ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സൈഡ്സ് ആണ്. നമ്മുടെ സെൽസിൽ തന്നെ കാണപ്പെടുന്നതാണ്. ഇറ്റ് മെയ്ഡ് അപ്പ് ഓഫ് 3 മോളിക്യൂൾസ് നോൺ ആസ് അമിനോ ആസിഡ്സ് ആണ്. ലിവറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഗ്ലൂട്ടാതയോൺ ഉണ്ട്. പക്ഷേ ഏജ് പ്രോഗ്രസ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് നമ്മുടെ ഗ്ലൂട്ടാതയോണിൻ്റെ കുറഞ്ഞു വരുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്തെങ്കിലും സപ്ലിമെൻറ്റേഷൻ കൊടുക്കണം. അതും അല്ലെങ്കിൽ ബാഡ് ഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ കാരണം നമുക്ക് ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഫ്രീ റാഡിക്കൽസ് കൂടുതൽ ഉണ്ടാവുന്നതിൻ്റെ ഫലമായിട്ട് ഒരു സപ്ലിമെൻറ്റേഷൻ കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. അതൊരു ഓറൽ സപ്ലിമെൻറ്റ്, IV സപ്ലിമെൻറ്റ്, ഫുഡ് സപ്ലിമെൻറ്റ്സ് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഓറലി ആണെങ്കിൽ ടാബ്ലറ്റ്സ് പൗഡേഴ്സ് അവൈലബിൾ ആണ്. IV ആണെങ്കിൽ IV ബാഗ്സ് അല്ലെങ്കിൽ IV പിഗി ബാഗ്സ് അല്ലെങ്കിൽ IV പുഷ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഫുഡ് കണ്ടന്റ് ഗ്ലൂട്ടാതയോണിൻ്റെ സൾഫർ ആണെങ്കിൽ ഫുഡ് കണ്ടന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോക്കലി, ഗ്രീൻ പെപ്പർ, അതുപോലെ അസ്പരാഗസ്, ഗാർലിക്, ഫിഷ്, മീറ്റ്, ഡയറി, അങ്ങനെ സൾഫർ ഉള്ള എല്ലാ ഫുഡ് കണ്ടന്റ്സും ഗ്ലൂട്ടാതയോണിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടും. സോ സപ്ലിമെൻറ്റ് തന്നെ എടുക്കണമെന്നില്ല. നമുക്ക് ഫുഡിൽ കൂടെയും നമുക്ക് ലഭിക്കാം. ഇനി ഫുഡ് കഴിക്കുന്നില്ല, അത്രമേ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് സപ്ലിമെൻറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഗ്ലൂട്ടാതയോൺ എന്ന സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ദർ ഇസ് ലോട്ട് ഓഫ് ഡിബേറ്റ് എപ്പോഴത്താൻ. കാരണം സപ്ലിമെൻറ്റോ അല്ലെങ്കിൽ ഫുഡോ അപ്പോൾ ഗ്ലൂട്ടാതയോണിൻ്റെ കഴിക്കുമ്പം ഇതിന് സ്റ്റൊമക്ക് അത്രയും അബ്സോർവ് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. ബിക്കോസ് ഓഫ് ഈ സപ്ലിമെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ ലോ ബയോ അവൈലബിലിറ്റി കാരണം നമുക്കത് കറക്റ്റ് കിട്ടുന്നില്ല, ഗ്ലൂട്ടാതയോണിൻ്റെ എഫക്റ്റ് കിട്ടുന്നില്ല എന്ന്. ഹ്യൂമൻ ഡൈജസ്റ്റീവ് എൻസൈമിൽ ഇത് ബ്രേക്ക് ഡൗൺ, ഇറ്റ്സ് എ വാട്ടർ സോലുബിൾ ആണ് ഗ്ലൂട്ടാതയോൺ. സോ അത് കൂടുതൽ ബ്രേക്ക് ഡൗൺ ആവുന്നില്ല ബിക്കോസ് ഓഫ് ദി ലോ ബയോ അവൈലബിലിറ്റി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് IV ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പം IV ഇതൊന്നും FDA അപ്രൂവ്ഡ് അല്ല. ബിക്കോസ് ദർ ഇസ് നോ സർട്ടൺ സ്റ്റഡീസ് ഗ്ലൂട്ടാതയോണിനെ കുറിച്ച് ഒരു സർട്ടൺ സ്റ്റഡീസ് ഇല്ല. ഇപ്പോൾ 10 വർഷമോ 5 വർഷമോ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളൊരു സ്റ്റഡി ഇല്ല. അതുകൊണ്ട് FDA അപ്രൂവ്ഡ് അല്ല സ്കിൻ വൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ്സിനൊന്നും. ഇതൊരു ഫുഡ് സപ്ലിമെൻ്റ് ആണ്. ബിക്കോസ് നമ്മുടെ ഓൺ ബോഡിയിൽ ഉണ്ടാവുന്നത് കൊണ്ട് ഇതൊരു ഫുഡ് സപ്ലിമെൻ്റ് ആണ്. സോ അതിൽ കൂടുതൽ ഒരു റിസർച്ചോ പഠനമോ നടക്കാത്ത കൊണ്ട് FDA അപ്രൂവ്ഡ് അല്ല. അപ്പം നിങ്ങളൊരു ഗ്ലൂട്ടാതയോൺ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള റിസർച്ചും സ്റ്റഡീസും എഡ്യൂക്കേഷണൽ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം എടുക്കുക. പിന്നെ ഗ്ലൂട്ടാതയോൺ ഒരു സ്കിൻ വൈറ്റനിങ് മാത്രമല്ല, നമ്മുടെ ഇമ്മ്യൂണിറ്റി പോലുള്ള കാര്യങ്ങൾ, ഇൻഫ്ലമേറ്ററി പ്രോസസ്സ്, അതുപോലെ ന്യൂറോ ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉള്ള പാർക്കിൻസോണിസം, ഓട്ടിസം, അതുപോലെ ക്യാൻസറസ്, അങ്ങനെയുള്ള ക്യാൻസറിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ അതായത് നമ്മുടെ സെൽ ഡെത്തിനെ, അതുപോലെ ഫാറ്റ് മെറ്റബോളിസത്തിനെ, അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻറ്റ് ബോഡീനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇത് സഹായിക്കുന്നതുകൊണ്ട് ഇതൊരു ഒറ്റ ഫങ്ഷൻ അല്ല ഇതിനുള്ള. ദർ ഇസ് ലോട്ട് ഓഫ് മൾട്ടിപ്പിൾ എസെൻഷ്യൽ ഫങ്ഷൻ. ഇത് എസെൻഷ്യൽ ആൻറ്റി ഓക്സിഡൻസ് ആണെന്ന് പറഞ്ഞല്ലോ. നമുക്കപ്പോൾ ലിവർ ഡിസീസസ്, അതുപോലെ തന്നെ DNA സിന്തസിസ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ് മെറ്റബോളിസത്തിനെ ബൂസ്റ്റ് ചെയ്ത് വെയിറ്റ് ലോസ് കുറയ്ക്കാൻ, ഫാറ്റ് മെറ്റബോളിസം നന്നായിട്ട് ലിവറിനെയും അതുപോലെ ഗോൾ ബ്ലാഡറിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഫാറ്റ് മെറ്റബോളിസത്തിന് വേണ്ടി ഇൻസുലിൻ റെസിസ്റ്റൻറ്റ് ബോഡിയെ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ ബ്രെയിനിൻ്റെ ഹെൽത്തിന് അല്ലെങ്കിൽ ഡീജനറേറ്റീവ് ചേഞ്ചസ്, പാർക്കിൻസോണിസം, ഓട്ടിസ്റ്റിക് കൈൻഡ് ഓഫ് ഡിസീസ് കണ്ടീഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഡയബറ്റിക്കിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. സോ
ഒരു വൈറ്റനിങ് മാത്രമാണ് നമ്മുടെ തലയിരിക്കുന്നത്, ഇതല്ല. അതിൽ ദർ ഇസ് ലോഡ് ഓഫ് അതർ ഡിസീസ് കണ്ടീഷൻ ട്രീറ്റിങ് ഇതുണ്ട്. കാരണം ഇൻഫ്ലമേറ്ററി സീലിയാക് ഡിസീസ്, നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഇൻഫ്ലമേഷൻ, ക്യാൻസർ ലൈക്ക് കൈൻഡ് ഓഫ് ഇൻഫ്ലമേഷൻ അല്ലെ. അപ്പോൾ അതിനെല്ലാം ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എസെൻഷ്യൽ ഘടകമാണ് ഗ്ലൂട്ടാതയോൺ. സോ അതിനെക്കുറിച്ചും കൂടി അറിഞ്ഞിരിക്കാനുള്ള വീഡിയോ ആണ്. നമ്മുടെയൊക്കെ എനിക്കും ആദ്യമൊക്കെ കേട്ടപ്പം ദിസ് വാട്ട് ഈസ് ഗ്ലൂട്ടാതയോൺ എന്ന് പറയുമ്പം നമ്മൾ കേൾക്കുന്ന മൊത്തം സ്കിൻ വൈറ്റനിങ് എന്ന്, അതുപോലെ ലിവർ ഡിസീസ്, ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ അതുപോലെ ഫാറ്റി ലിവറിനൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഇത് ഫസ്റ്റ് തുടങ്ങിയത് തന്നെ ലിവർ ഡിസീസിന് വേണ്ടിയാണ്. അപ്പോഴാണ് സ്കിൻ വൈറ്റനിങ് അവരുടെ പേഷ്യൻസിന് കണ്ടുവന്നുകൊണ്ടാണ് ബ്യൂട്ടി ഇൻഡസ്ട്രി ഇത് ഏറ്റെടുത്തത്. അപ്പം ഇത് ആദ്യമേ ഇതൊരു ഡിസീസ് കണ്ടീഷൻ ട്രീറ്റ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ അതിൻ്റെ കൂടെയാണ് ഈ വൈറ്റനിങ് എഫക്റ്റ് കണ്ടാണ് ബ്യൂട്ടി ഇൻഡസ്ട്രി ഏറ്റെടുത്തത്. അതുകൊണ്ട് ഇത് FDA അപ്രൂവ്ഡ് അല്ല. അപ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് FDA അപ്രൂവ്ഡ് അല്ല എന്ന് ഓൾറെഡി പറഞ്ഞു. ഇതിൽ മൈനർ സൈഡ് എഫക്ട്സേ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളൂ. അതായത് നോസിയ, വോമിറ്റിങ്, ചിൽസ്, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, ലോ BP, പിന്നെ കോഷൻ, കിഡ്നി ഡിസീസ് കണ്ടീഷൻസ്, അബ്നോർമാലിറ്റി കിഡ്നി ഫങ്ഷൻ ഉള്ളവർ എപ്പോഴും ഡോക്ടറെ സമീപിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ. കാരണം കിഡ്നിയാണ് നമ്മുടെ ടോക്സിൻസിനെല്ലാം പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ മെഡിസിൻസിൻ്റെ ടോക്സിൻസ് എല്ലാം പുറത്തേക്ക് പോകുന്നത് കിഡ്നി വഴി ആയതുകൊണ്ട് കിഡ്നിയിൽ ഓൾറെഡി അബ്നോർമൽ ലാബ് റിസൾട്ട്സ് ഒക്കെ ഉള്ളവർ അല്ലെങ്കിൽ കിഡ്നി ഓൾറെഡി ഇഞ്ചേർഡ് ആയവർ കോഷൻ എടുത്തിട്ടോ അല്ലെങ്കിൽ ഡോക്ടറെ സമീപിച്ചിട്ടോ ഒരു പ്രൊവൈഡറിനെ സമീപിച്ചിട്ട് മാത്രമേ ഗ്ലൂട്ടാതയോൺ എടുക്കാവുള്ളൂ. പക്ഷേ ഓൺ ബോഡിയിൽ സിന്തസിസ് ചെയ്യുന്നതാണ് ഗ്ലൂട്ടാതയോൺ എന്ന് ഞാൻ മുൻകൂട്ടി പറയുകയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തുക. എന്തൊരു കാര്യമായാലും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് നടത്തുകയും അതിൻ്റെ വീഡിയോസ് കാണുകയും ഇൻഫർമേഷൻ കൈമാറുകയും ഒക്കെ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു കുറച്ച് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഇതിനെക്കുറിച്ച് കുറേയും കൂടി പറയാനുണ്ട്. അപ്പോൾ ഒരു വീഡിയോയിൽ മണിക്കൂറുകൾ എടുത്താൽ ഇത് തീരത്തില്ല. അത് ഇത്ര സ്റ്റഡീസ് ഇതിനെക്കുറിച്ച് നടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വൈറ്റമിൻ C എടുക്കണം, എന്നാൽ മാത്രമേ ബെറ്റർ അബ്സോർപ്ഷൻ നടക്കുകയുള്ളൂ. അതുപോലെ IV കൊടുക്കുമ്പോൾ IV ബാഗിൽ ഞാൻ കൂടുതൽ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ആൾക്കാർ IV ബാഗിൽ പിഗി ബാഗിലിട്ട് മെഡിസിൻ വൈറ്റമിൻ സിയുടെയും ഗ്ലൂട്ടാതയോണും ആൻറ്റി ഓക്സിഡൻസും എല്ലാം IV ബാഗിലിടുന്നത്. പക്ഷെ ഒരിക്കലും അത് ചെയ്യരുത്. കാരണം ഈ വൈറ്റമിൻ സിയുടെയും ഇതിൻ്റെ ഒന്നും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ IVയുടെ നടക്കില്ല. IV പുഷാണ് ബെറ്റർ വേ ഓഫ് അബ്സോർപ്ഷൻ. ഇതെല്ലാം നിങ്ങളുടെ ഒരു ഇൻഫോർമേഷന് വേണ്ടി പറഞ്ഞാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഈ ഇൻഫോർമേഷൻ കൈമാറുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ഏത് വീഡിയോയിലാണ് കാണാൻ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വരുന്നതാണ്. Until bye.